നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലമായിട്ട് അൻവറിൻ്റെ സ്ഥാനം എവിടെയാണ്, സതീഷിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. സോണി എങ്ങനെയാണ് എന്നെ വിലയിരുത്തുന്നത്? ഇല്ല, ഞാൻ ഈ കെ കരുണാകരന് ശേഷം ഒരു ശക്തനായ നേതാവിനെ കാണുന്നത് ഇപ്പോൾ സതീശനിലൂടെ തന്നെയാണ്. കാരണം ഉറച്ച നിലപാട് അദ്ദേഹത്തിനുണ്ട്. PV അൻവറിനെ UDF എടുത്തില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിപ്പിക്കുമെന്നുള്ള നിലപാടെടുത്ത് VD സതീശൻ തന്നെയായിരുന്നു. ഈ UDF അപ്പോൾ പലർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പഴയകാല കോൺഗ്രസ് പാരമ്പര്യത്തിൽ വളർന്നയാളാണ് PV അൻവർ. അദ്ദേഹം LDFന് പിടിച്ചുകൊണ്ടുപോയി, LDFിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം അവിടെ മത്സരിച്ചപ്പോഴൊക്കെ പിടിച്ചിരുന്ന വോട്ട് കോൺഗ്രസിൻ്റെയാണ്. അപ്പം കോൺഗ്രസിൻ്റെ വിഹിതത്തിൽ നിന്നായിരിക്കും അദ്ദേഹം വലിയൊരു ശതമാനം വോട്ട് മേടിക്കുന്നതെന്നാണ് പലരും കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം പലരും മനസ്സിൽ കണ്ടു. പക്ഷെ അപ്പോൾ സതീശൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല, അവിടെ ജയിച്ചിരിക്കും, ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കാണ്, ഈ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും, ആര്യാട് ഷൗക്കത്ത് തന്നെ മത്സരിക്കും, അല്ലാതെ PV അൻവർ ഒരാൾ പറയുന്ന ആളെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനല്ല ഞാനിങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അത് അവതരിപ്പിച്ചത്. കാരണം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും അവിടെ ആര് സ്ഥാനാർത്ഥി വേണമെന്ന്, അല്ല PV അൻവർ അല്ല, VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എങ്കിൽ ഞാൻ പിന്തുണ കൊടുക്കുന്നതാണ് PV അൻവർ പറഞ്ഞത്. ഉടനെ സതീശൻ പറഞ്ഞു, അവിടെ ആര്യാട് ഷൗക്കത്ത് തന്നെ അവിടെ മത്സരിക്കും, അത് UDFകാർ അവിടെ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ VD സതീശൻ തന്നെയാണ്. അത് കരുണാകരന് ശേഷം ഒരു ശക്തനായ നേതാവാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി VD സതീശൻ ശരിക്കും ശക്തനായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് ഒറ്റ ഉത്തരം പറയാനില്ല. ചേട്ടൻ VD സതീശൻ എടുത്ത നിലപാടിനെ വളരെ ആൾക്കാർ VD സതീശൻ പരാജയപ്പെടാനും രക്ഷപ്പെടാനുമുള്ള ഒരവസ്ഥയായി മാറി. പക്ഷേ അത് VD സതീശൻ ധൈര്യമായിട്ട് എടുത്തു. കാരണം ഇന്ന് ശരിയായിട്ടും PV അൻവറിനെ കൂട്ടിക്കൊണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടതെങ്കിൽ ഈ കോൺഗ്രസ്സിന് ഈ വിജയം അവകാശപ്പെടാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. ആ വിജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും PV അൻവർ ഏറ്റെടുത്ത് PV അൻവർ അവിടെ വലിയ വടവൃക്ഷമായി ആണ് എന്ന് കാണിച്ചേനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നടുവിന് കിട്ടിയ ഒരു അടിയായി മാറി ഈ കോൺഗ്രസിൻ്റെ ഈ ശക്തമായ വിജയം. കോൺഗ്രസ് നിസ്സാര വോട്ടിനല്ല രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ സർവേയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു, ഉറപ്പ് ഇദ്ദേഹം ജയിക്കും. ഞങ്ങളതിനകത്തെ ക്യാപ്ഷനും ഒന്നും മാറ്റിയിട്ടില്ല, തമ്പും മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും കാണാം. അതിനകത്ത് ഞങ്ങൾ കൃത്യമായി സർവേ നടത്തി എല്ലാ സ്ഥലങ്ങളിലും, നിലമ്പൂരിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും 4 പേരെ 5 പേരെയൊക്കെ ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെ സർവേ നടത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇദ്ദേഹം ഷൗക്കത്ത് ജയിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ എക്സിറ്റ് പോളിനകത്തുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണണം, ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. ഉറപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞു, 100% ജയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുകയുണ്ട്, അതൊന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഈ വിജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്ത VD സതീശന് തന്നെയാണ്. ആ ഒരു തൻ്റെ ഇടം ഉണ്ടായിരിക്കുക, ആ ഒരു തൻ്റെ ഇടം ശരിയായിട്ടും കരുണാകരൻ്റെ ഒരു തൻ്റെ ഇടം അവിടെ ശരിയായിട്ടും പുള്ളിയിൽ കണ്ടു എന്നാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നേരത്തെ ഒരു രമേശ് ചെന്നിത്തല എറിഞ്ഞിരുന്നു, എന്തെങ്കിലും പരാജയം സംഭവിച്ചാലും ആ പരാജയം VD സതീശന് മാത്രമായിരിക്കത്തില്ല എന്ന് രമേശ് ചെന്നിത്തല എറിഞ്ഞിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അവിടെ വിജയം വരുമെന്ന്. ഏകദേശം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറപ്പായപ്പോൾ പുള്ളി ഈ സ്ഥാനം എറിഞ്ഞെന്ന് പറഞ്ഞാൽ വിജയം വന്നാലും അതും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് പറയാനൊരു ശ്രമം നടത്തി. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തല വന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചപ്പോൾ, ഞാനുണ്ടായിരുന്നപ്പോൾ, ഞാൻ ഉമ്മൻചാണ്ടിയും കൂടെ നേതൃത്വം നൽകി ഇലക്ഷനെ നേരിട്ടപ്പോൾ ജയിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നെ ക്യാപ്റ്റൻ എന്ന് ആരും വിളിച്ചില്ല എന്നൊരു പരാതിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോഴേ ഒരു പടലപ്പിണക്കത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇതിനകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സോണി, തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വിജയം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അവകാശപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു ശതമാനം പേര് പോലും ആര്യാട് ഷൗക്കത്ത് തോക്കുമെന്ന് ചിന്തിച്ച ധാരാളം കോൺഗ്രസ് നേതാക്കന്മാരിനകത്തുണ്ട്. അവരൊന്നും പുറമേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. PV അൻവർ സ്വന്തമായിട്ട് അവിടെ മത്സരിക്കുന്നു, M സ്വരാജിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി അവിടെ CPMന് വരുന്നു. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ആര്യാട് ഷൗക്കത്ത് അവിടെ തോൽക്കുമെന്ന് വിധി എഴുതിയവരാണ് UDFിൽ തന്നെയുള്ള 60% പേരും. പക്ഷേ മുസ്ലിം ലീഗും VD സതീശനും സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ആര്യാട് ഷൗക്കത്ത് ഈ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഭൂരിപക്ഷം എടുത്ത് നോക്കുവാണെങ്കിൽ ആ വോട്ട് ആര്യാട് ഷൗക്കത്തിന് കിട്ടിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവരുടെ ഒരൊറ്റ തൻ്റെ ഇടം കൊണ്ട്, മുസ്ലിം ലീഗിൻ്റെയും VD സതീശൻ്റെ ഒറ്റ തൻ്റെ ഇടം കൊണ്ടാണ് ഈ ആര്യാട് ഷൗക്കത്തിന് അവിടെ ജയം ഉറപ്പായത്. ഇപ്പം നല്ലൊരു ശതമാനം വോട്ട് PV അൻവർ 20,000-ലധികം വോട്ട് അൻവർ അവിടെ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യം വലിയ പരസ്യ പ്രചാരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്ര വോട്ട് അവിടെ പിടിച്ചത്. കാരണം വലിയൊരു ആനയും അമ്പാരിയും ഒന്നും അൻവറിന് അവിടെ ഇല്ലായിരുന്നു. ഞങ്ങളവിടെ പോയതാണ്.
അദ്ദേഹം പോയി നിശബ്ദ പ്രചാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് 20,000 വോട്ട് പിടിച്ചത്. അപ്പം അൻവർ പിടിക്കുന്ന വോട്ട് കൂടുതലും UDF-ന്റെ വോട്ടാണെന്നാണ് പലരും വിലയിരുത്തിയത്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് LDF-ൽ നിന്നും അദ്ദേഹം നല്ലൊരു ശതമാനം വോട്ട് പിടിച്ചിട്ടുണ്ട്, UDF-ന്റെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അൻവറിന് അവിടെ ഈ 20,000-ത്തിലധികം വോട്ട് അവിടെ ലഭിക്കാൻ ഇടയായത്. അപ്പം രമേശ് ചെന്നിത്തല ആർക്കിട്ട ഏറ് കൊടുക്കാത്തത്? പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച ആളല്ലേ ഈ രമേശ് ചെന്നിത്തല. അദ്ദേഹം ബാർക്കോഴയൊക്കെ അങ്ങനെയല്ല വരുന്നത്. അപ്പം ഇപ്പം ഈ VD സതീശൻ ഇനി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രിയാവും. ഈ രമേശ് ചെന്നിത്തല പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പണ്ട് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മോഹമാണ് മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അതിന് അവസരം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പമ്പയെ പരാജയപ്പെട്ടത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനും പറ്റിയില്ല, പ്രതിപക്ഷ നേതാവ് ആകാനും പറ്റിയില്ല, അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത്. അങ്ങനെയാണ് VD സതീശൻ വരുന്നത്. അപ്പോൾ VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ ആൾക്കാർക്ക് UDF-കാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്കും ഇഷ്ടപ്പെടുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമേശിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ആ സോഫ്റ്റ് കോർണറാണ് അദ്ദേഹത്തിനെ പരാജയപ്പെട്ടത്. കാരണം ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന ഒരു ഭരണം നടക്കുകയാണെങ്കിൽ ആ ഭരണത്തിനെതിരെ പറയേണ്ട കാര്യങ്ങൾ പറയാതെ ചിലതൊക്കെ വിഴുങ്ങിക്കളഞ്ഞ് ചിലതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിർത്തി അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കാതെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പാർട്ട് ആക്ട് ചെയ്യാതെ ഇരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രതിപക്ഷ സ്ഥാനം പോകാനായിട്ട് കാരണമായത്. അതായത് അത് മാത്രമല്ല, സതീശൻ്റെ വലിയൊരു നിലപാടിനെ പറ്റി പറയാനില്ല. അദ്ദേഹം മതനേതാക്കന്മാരുടെയോ അല്ല മതമേലധ്യക്ഷന്മാരുടെയോ തിണ്ണ നിരങ്ങുന്ന ഒരാളല്ല. ഇപ്പം രമേശ് ചെന്നിത്തലയെ പോലെ മതനേതാക്കന്മാർ വിചാരിച്ചാലേ ഞാൻ മുഖ്യമന്ത്രി ആവുകയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് കരുതുന്ന ഒരാളല്ല VD സതീശൻ. അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. രമേശ് ചെന്നിത്തലയെ പറ്റി അങ്ങനെ ആക്ഷേപമുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണ ഉണ്ടായിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റായിരുന്നത്. ഈ സതീശന് ഇല്ലാത്തതും അത് തന്നെയാണ്. ആ ഇല്ലാത്ത ബലത്തിലാണ് സതീശൻ ഇപ്പോൾ ഈ നിലമ്പൂർ പോലെയുള്ള പല തിരഞ്ഞെടുപ്പിലും ഇപ്പം തൃക്കാക്കര വന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു, എല്ലായിടത്തും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിപ്പിച്ചു വിട്ടത്. ഇപ്പോൾ നിലമ്പൂരുകാരെ അറിയാമല്ലോ, 2 തവണ നിലമ്പൂരിൽ പരാജയപ്പെട്ടതാണ് UDF. ആ സ്ഥാനത്തു നിന്നാണ് ഈ പ്രാവശ്യം ആര്യാട് ഷൗക്കത്തിനെ അവിടെ നിന്ന് ജയിപ്പിച്ചെടുത്തത്. അത് തീർച്ചയായിട്ടും സതീശൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. ഇത് കരുണാകരനൊക്കെ മുൻപൊക്കെ ആണെങ്കിൽ കരുണാകരനൊക്കെ കണ്ട ഒരു ശേഷിയാണ് ഇതൊക്കെ. ആ ശേഷിയാണ് ഇപ്പോൾ നമ്മൾ സതീശനിൽ നമ്മൾ കാണുന്നത്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ആര്യാട് ഷൗക്കത്ത് പരാജയപ്പെടണമെന്ന്. ആര്യാട് ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അത് സതീശൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റും. ഈ KPC പ്രസിഡന്റായിട്ട് സുധാകരനെ ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റുമെങ്കിൽ സതീശനെ UDF-ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലീഗുകാരും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കും. ഇത് സതീശൻ്റെ പരാജയമായിട്ട് ഇവർ കൊട്ടിഘോഷിക്കുമായിരുന്നു നിലമ്പൂരിൽ ആര്യാട് ഷൗക്കത്ത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ. അങ്ങനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് നിന്നുകൊണ്ട് ഈ 2024 തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ UDF വൻ പരാജയത്തിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മാധ്യമങ്ങളെ വരെ സ്വാധീനിച്ച് ഇവർ പടക്കം പൊട്ടിച്ചേനെ. അപ്പോൾ അതൊന്നും അവിടെ ഉണ്ടായില്ല. സതീശൻ്റെ ഒറ്റ ധീരമായ ഒരു നിലപാടാണ് നിലമ്പൂരിൽ ഈ ആര്യാട് ഷൗക്കത്ത് ജയിച്ചു വന്നതെന്നുള്ളതാണ് സത്യം. ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ രമേശിനെയും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിമാരാകാൻ അധികാരക്കൊതി മൂത്ത് നിൽക്കുന്ന പലരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആര്യാട് ഷൗക്കത്ത് അവിടെ വിജയിച്ചു വന്നത്. അത് തീർച്ചയായിട്ടും സതീശൻ്റെ തന്നെ ഒരു വിജയം തന്നെയാണ്. അപ്പം ഇനി സതീശനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് UDF പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു സാക്ഷ്യവും കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അത് പ്രത്യേകിച്ചും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൃത്യമായ ഒരു പാർട്ടുണ്ടായിരുന്നു, അവരെ വിജയിപ്പിക്കുന്നില്ല. അത് പാർട്ടിൽ അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ VD സതീശൻ അങ്ങനെ ഒരു മുസ്ലിം ലീഗിനോ കേരള കോൺഗ്രസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മത അധ്യക്ഷന്മാർക്കോ ഒന്നും വഴങ്ങിക്കൊടുക്കാത്ത ആളെന്ന നിലയിൽ VD സതീശന് മുസ്ലിം ലീഗോ വല്ലതും പാരപണിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പിന്തുണയ്ക്കത്തില്ല, VD സതീശനാണെങ്കിൽ പിന്തുണയ്ക്കത്തില്ല, രമേശ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് അതിനകത്ത് ഒരു വലിയ വിവാദം ഉണ്ടാകാനുള്ള സാധ്യത. അല്ല, ഇത് നമ്മൾ ഓർക്കണം, ആര്യാട് ഷൗക്കത്തിൻ്റെ ആര്യാട് മുഹമ്മദ് ഇരിക്കുന്ന കാലം തൊട്ട് ഈ ആര്യാട് കുടുംബത്തോട് മുസ്ലിം ലീഗിന് അതിർത്തി ഉണ്ടായിരുന്നു. പലരും വിചാരിച്ചത് ഈ മുസ്ലിം ലീഗിൻ്റെ വോട്ട്, മുസ്ലിം ലീഗ് അണികളുടെ വോട്ട് PV അൻവറിന് കിട്ടുമെന്നാണ്. അൻവറിനെ സപ്പോർട്ട് ചെയ്തും ലീഗുകാർ സംസാരിച്ചിരുന്നു. പക്ഷേ അവരുടെ ഒരു വോട്ട് പോലും പോകാതെ കൃത്യമായിട്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ പെട്ടിയിലാക്കിക്കാനായിട്ട് സതീശന് കഴിഞ്ഞു. അത് സതീശന്റെ ഒരു വിജയം തന്നെയാണ്. കാരണം പലരും ഇത് എല്ലാ കോൺഗ്രസ്സുകാരുടെ എല്ലാ വോട്ട് കിട്ടിയാലും ആര്യാട് കുടുംബത്തോടുള്ള എതിർപ്പ് കൊണ്ട് മുസ്ലിം ലീഗുകാർ അൻവറിന് കുത്തും. അങ്ങനെ അൻവർ ഒരു 30,000-40,000 വോട്ട് പിടിക്കും, സ്വരാജ് ചിലപ്പോൾ ജയിക്കുമെന്നൊക്കെയാണ് പലരും ഇവിടെ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ അതൊക്കെ ഇല്ലാതെ തന്നെ ഈ ലീഗുകാരെ തന്നെ മുന്നിൽ നിർത്തി കളിപ്പിക്കാനായിട്ട് സതീശന് സാധിച്ചു. അവർ ഒരൊറ്റ വോട്ട് പോലും പോയില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കത്തുമില്ലായിരുന്നു. അതാണ് സതീശൻ്റെ ഒരു വലിയൊരു കഴിവ്. നമ്മളൊരു രാഷ്ട്രീയത്തിൽ വലിയ പക്വതയില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയ ഒരാളായിരുന്നു ചാണ്ടി ഉമ്മൻ.
ചാണ്ടിയമ്മൻ്റെ നമ്മൾ നിലമ്പൂർ ചെല്ലുന്ന ദിവസം അന്ന് തുടക്കം തൊട്ട് ആ അവസാന ദിവസം വരെ ചാണ്ടിയമ്മൻ്റെ പ്രവർത്തനം വൈകുന്നേരം ഞങ്ങൾ കാണുമ്പോൾ വളരെ ക്ഷീണിതനായിട്ട് ഇത് ചാണ്ടിയമ്മനാണോ എന്ന് തോന്നും. അത്രമാത്രം ക്ഷീണിച്ച് അവശനായ ഒരു ചാണ്ടിയമ്മനെയാണ് ഞങ്ങൾ അന്ന് വൈകുന്നേരം നമ്മൾ കണ്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനം അല്ല, അതും സാറെ പറഞ്ഞു വരുമ്പോൾ അതും സതീശൻ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചതാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരള ജനത ആദരിക്കുന്ന ഒരു നേതാവിന്റെ മകനെ മുന്നിൽ നിർത്തി അവിടെ സതീശൻ കളിച്ചു. അതായത് ചാണ്ടിയമ്മന് കിട്ടുന്ന സ്വീകാര്യത മറ്റുള്ള ഒരു യുവ നേതാക്കന്മാർക്ക് ഒരു വീട്ടിലും കിട്ടില്ല. ചാണ്ടിയമ്മൻ എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മകനും കൂടിയാണ്, നിലവിലെ MLA അല്ല. ഇങ്ങനെ വളരെ വിദഗ്ധമായി സതീശൻ കൃത്യമായി ഒരു പാക്കേജ് അവിടെ ഉണ്ടാക്കി. ഫുൾ ടൈം അവിടെ ചാണ്ടിയമ്മനെ അവിടെ നിർത്തി. ചാണ്ടിയമ്മൻ തന്നെ അത് ശരിക്കും മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കുള്ള വസ്തുത. സ്വഭാവ രീതിയിൽ പോലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. ഒരുപാട് പഠിക്കാൻ പറ്റി. 12,000 വീടുകൾ അദ്ദേഹം കയറി ഇറങ്ങി. അതുപോലെ ഒരു യുവ നേതാക്കന്മാർക്കും പറ്റിയിട്ടില്ല. വളരെ ഒരു 50 കോൺഗ്രസിലെ 50 യുവ നേതാക്കന്മാർ കയറുന്നതിന് തുല്യമായിരുന്നു ഒരു ചാണ്ടിയമ്മൻ വീട് കയറുന്നത്. അതാണ് സതീശന് വളരെ കാര്യമുണ്ട്. ചാണ്ടിയമ്മൻ പോകുമ്പോൾ ചാണ്ടിയമ്മൻ ഒരു വലിയ സംഘത്തെയും കൊണ്ടല്ല പോകുന്നത്, 1-2 ആൾക്കാരുമായിട്ടാണ് പുള്ളി പോകുന്നത്. കാരണം അദ്ദേഹത്തെ നമ്മൾ കാണുന്ന നേതാക്കന്മാരെല്ലാം എവിടെയാണ് പോയി കണ്ടത്? നമ്മൾ ഹോട്ടലിൽ കഴിക്കാൻ ചെല്ലുമ്പോൾ ആ ഹോട്ടലുകളെല്ലാം ഉണ്ടായിരുന്നു. യൂണിയൻ ഹോട്ടൽ, അവിടെ എല്ലാവരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തെ അവിടെ കാണാൻ പറ്റും. ഇദ്ദേഹം രാത്രിയിലും പ്രവർത്തനമാണ്. ഇദ്ദേഹത്തെ ഞങ്ങൾ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നില്ല ഇദ്ദേഹത്തെ. പിന്നീട് ആണ് ഇദ്ദേഹത്തെ അവസാനമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം നല്ല പ്രവർത്തകനാണ്. രാഷ്ട്രീയമായിട്ട് പറഞ്ഞ പോലെ നല്ലൊരു പാഠമായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നും ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ ചാണ്ടിയമ്മനെ കാണിച്ചു കൊടുത്ത, ചാണ്ടിയമ്മന് പഠിക്കാൻ പറ്റിയൊരു പാഠമായിരുന്നു. അല്ല, ശരിക്കും ഞാൻ പറഞ്ഞില്ല, അതും ക്രെഡിറ്റ് സതീശന് തന്നെ കൊടുക്കണം. സതീശ് ഓരോരുത്തരെ ഏതൊക്കെ രീതിയിൽ സതീശനെ ഉപയോഗിക്കാവോ ആ രീതിയിൽ സതീശൻ ലീഡർഷിപ്പിൽ നിന്നുണ്ട്. ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞു ക്യാപ്റ്റൻ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻസിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഉപയോഗിച്ചു. ലീഗിനെ ഉപയോഗിച്ചു, ചാണ്ടിയമ്മനെ ഉപയോഗിച്ചു, കോൺഗ്രസ്സുകാരെ എല്ലാവരെയും, MLA-മാരെ, പ്രതിപക്ഷത്തുള്ള എല്ലാ MLA-മാരെയും അവിടെ സജീവമാക്കി. അങ്ങനെ ഒരു വോട്ട് അവിടുന്ന് പോയാൽ ഓരോ ബൂത്ത് തലം കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തനം നടത്തി. അങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചത്. പഴയ കാലത്തൊക്കെ നമുക്കറിയാമല്ലോ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഒരു ബൂത്ത് അടിസ്ഥാനത്തിൽ പോലും പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരിക്കലും കാണാൻ പോലും സാധിക്കില്ലായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ നിന്ന് വലിയ ആഴക്കടൽ മത്സ്യവിവാദമൊക്കെ പറയുമെന്ന് മാത്രമല്ലാതെ സാധാരണ അടിത്തട്ടിലേക്കുള്ള പ്രവർത്തനം ഇല്ലായിരുന്നു. കരുണാകരൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിൽ തൊട്ട് നിലമ്പൂരിൽ പ്രവർത്തനം നടത്തിയാണ് ഈ ആര്യാട് ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥി അവിടെ ജയിപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇത് സതീശന്റെ ഒരു വലിയ വിജയം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. UDF-ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം കൂടിയാണ്. തീർച്ചയായിട്ടും. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സതീശൻ ഒരു ഭാഗ്യം ചെയ്ത നേതാവാണ്. അദ്ദേഹം MLA ആയി മന്ത്രിയാകാതെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. ചിലപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായിട്ട് നേരെ പോകുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരിക്കും. ഞങ്ങളുടെ ചർച്ച പറഞ്ഞു, UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് സതീശൻ, സ്പീക്കറായിട്ട് മാത്യു കൊഴുന്നാടൻ, മന്ത്രിമാര് ഇന്നവരെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം സതീശൻ ഒരു ഭാഗ്യം ചെയ്ത നേതാവാണ്. ചിലപ്പോൾ ഇത് കാലത്ത് സംഭവിച്ചു കൂടാഴികയില്ല. ഇതാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയുന്നത്. സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.